അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അല്ലദി ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറാ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ പുതിയ ഒരു സംരംഭത്തിന് നമ്മൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ദീൻ അത് മനസ്സിലാക്കുവാനുള്ള അടിസ്ഥാന പ്രമാണങ്ങൾ ഖുർആനും ഹദീസുമാണ് എന്നത് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ്. ആ ഹദീസുകൾ വിശുദ്ധ ഖുർആൻ നമ്മൾ പഠിക്കുന്നത് പോലെ തന്നെ ഹദീസുകളും അതിൻ്റെ വിശദീകരണങ്ങളും പഠിക്കാൻ ശ്രമിക്കുന്നത് മതത്തെക്കുറിച്ചുള്ള പരിപൂർണമായ അറിവ് നമുക്ക് ലഭിക്കുവാനും അതിലൂടെ നമ്മുടെ പരലോക ജീവിതം വിജയകരമാക്കി തീർക്കുവാനും വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പഠന മേഖലയെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. കൂടുതൽ അറിവുകൾ നേടുവാനുള്ള തൗഫീഖും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ഹദീസുകളെ സംബന്ധിച്ചും ആ ഹദീസുകളിൽ ഏറ്റവും പ്രശസ്തവും സഹീഹുകൾ മാത്രം രേഖപ്പെടുത്തപ്പെട്ടതുമായ ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരിയെ സംബന്ധിച്ച് വളരെ വിശദമായി നമ്മൾ ഒരുപാട് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. ഇമാം ബുഖാരി റഹിമഹുല്ലാ രചിച്ചിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹം ക്രോഡീകരിച്ചിട്ടുള്ള മറ്റൊരു ഹദീസിൻ്റെ ഗ്രന്ഥമാണ് അൽ അദബുൽ മുഫറദ്. സ്വഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള അതിൽ ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ള ഹദീസുകൾ എല്ലാം സ്വഹീഹാണ്. എന്നാൽ അത്തരം ഹദീസുകൾ സ്വഹീഹാകാൻ അദ്ദേഹം നിശ്ചയിച്ച നിബന്ധനകൾ അൽ അദബുൽ മുഫ്രദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇല്ല. എന്ന് പറഞ്ഞാൽ അദബുൽ മുഫ്രദിലെ ഹദീസുകളിൽ സ്വഹീഹുകളും അല്ലാത്തതും ഉണ്ട്. എന്നാൽ ഷെയ്ഖ് നാസിറുദ്ദീൻ അൽ അൽബാനി റഹിമഹുല്ലാ ഹദീസ് മേഖലയിലുള്ള അദ്ദേഹത്തിൻ്റെ അന്വേഷണങ്ങളും പഠനങ്ങളും അതിൻ്റെ എല്ലാം ഭാഗമായി ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങളിലെ സ്വഹീഹുകളും ലഈഫുകളും അദ്ദേഹം വേർതിരിച്ചിട്ടുണ്ട്. ഇമാം തിർമിദിയുടെ ജാമിഉ തിർമിദിയും അതുപോലെ തന്നെ ഇമാം അബൂ ദാവൂദിൻ്റെ സുനനു അബൂ ദാവൂദുമെല്ലാം സ്വഹീഹുകളും ലഈഫുകളും ഷെയ്ഖ് അൽ അൽബാനി വേർതിരിച്ചതുപോലെ അൽ അദബുൽ മുഫ്രദ് എന്ന് പറയുന്ന ഇമാം ബുഖാരിയുടെ ഈ ഗ്രന്ഥത്തിലെ സ്വഹീഹുകളെയും ലഈഫുകളെയും വേർതിരിച്ച് ഷെയ്ഖ് അൽബാനി വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ആ വിഷയത്തിൽ വന്നിട്ടുള്ള കിതാബിൻ്റെ പേരാണ് സ്വഹീഹുൽ അദബുൽ മുഫ്രദ്. അദബുൽ മുഫ്രദ് എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥത്തിൻ്റെ സ്വഹീഹുകൾ അത് വേർതിരിച്ചു കൊണ്ടുള്ള ഒരു കിതാബ്. ആ കർമ്മം നിർവഹിച്ചത് ഷെയ്ഖ് അൽ അൽബാനി റഹിമഹുല്ലയാണ്. തഖ്രീജ് എന്ന് അതിന് പറയും. അൽ അദബുൽ മുഫ്രദിന് എഴുതപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വ്യാഖ്യാന ഗ്രന്ഥമാണ് ഈ വിഷയത്തിൽ. സാധാരണയായി പല തഫ്സീറുകളും പല ശറഹുകളും ഹദീസുകൾക്ക് ഉണ്ടാകാറുണ്ട്. എന്നാൽ കൂടുതൽ ശറഹുകൾ ഈ ഗ്രന്ഥത്തിന് ഉണ്ടായിട്ടില്ല. എന്നാൽ ഏറ്റവും നല്ല ഒരു ഷറഹ് എന്ന് നമുക്ക് പറയാവുന്ന ഒരു കിതാബ് നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ കഴിയുന്നത് ഫദ്ലുല്ലാഹി സമദ് ഫി തൗദീഹിൽ അദബിൽ മുഫ്രദ് എന്ന് പറയുന്ന ഗ്രന്ഥമാണ്. ഷെയ്ഖ് ഫദ്ലുല്ലാഹ് അൽ ജീലാനിയാണ് ഈ കിതാബ് അല്ലെങ്കിൽ ഈ ഷറഹ് എഴുതിയിട്ടുള്ളത്.
അൽ അദബ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അതിൻ്റെ അർത്ഥവും ആശയവും അറിയാം. നമ്മൾ മര്യാദ, സംസ്കാരം എന്നൊക്കെ പറയാറുണ്ട്. അൽ അദബുൽ മുഫ്രദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ള ഹദീസുകൾ ഒരുപാട് രൂപത്തിലുള്ള അദബുകളെ സംബന്ധിച്ചാണ്. അതായത് മനുഷ്യന്റെ വ്യക്തി ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും അവൻ്റെ കൗടുംബിക ജീവിതത്തിലുമെല്ലാം പാലിക്കേണ്ടുന്ന ഒരുപാട് തരത്തിലുള്ള അദബുകൾ. ആ അദബുകൾ അള്ളാഹുവിനോട് കാണിക്കേണ്ടുന്ന അദബുകളുണ്ട്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാണിക്കേണ്ടുന്ന അദബുകളുണ്ട്, മാതാപിതാക്കളോട്, അതേപോലെ കുടുംബക്കാരോട്, ഭാര്യയോട്, ഭർത്താവിനോട്, യത്തീമിനോട്, ഇങ്ങനെയുള്ള ഒരുപാട് തരത്തിലുള്ള വ്യക്തികളോടും അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ മേഖലകളിലും ഒരു വിശ്വാസി പാലിക്കേണ്ടുന്ന പല രൂപത്തിലുള്ള അദബുകൾ. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഹദീസുകളെയാണ് ഇമാം ബുഖാരി റഹിമഹുല്ലാ അൽ അദബുൽ മുഫ്രദി എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ് മുതൽ നമുക്ക് അതിലെ ഓരോ ഹദീസുകളും അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ആശയങ്ങളും ആ ഹദീസിൻ്റെ അർത്ഥവും നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിക്കുവാനും മനസ്സിലാക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.